നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നിന്റെ സ്വഭാവം നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് ആന്റി ഇങ്ങനൊരു നീക്കം നടത്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ. എടീ, മാനസെ സൂര്യയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നിന്നെ കൊണ്ട് അവരത് പറയിപ്പിച്ചു. അതിന് അവര് പ്രയോഗിച്ച തന്ത്രം എന്താ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? എടി, സൂര്യയുടെയും നിന്റെയും കുഞ്ഞിനെ കാണണം, അത് മരിക്കുന്നതിന് മുമ്പ്. അപ്പൊ പിന്നെ നിന്റെ മുന്നിൽ ഈ ഒരു നിർദ്ദേശമല്ല മറ്റൊരു വഴിയില്ലല്ലോ. രോഗി ആഗ്രഹിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെയാണെന്ന് നീ കേട്ടിട്ടില്ലേ? ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ല ഏട്ടാ, എന്തിനു വേണ്ടിയാണെങ്കിലും ഇത്രയും മാരകമായൊരു രോഗം തനിക്കുണ്ടെന്ന് ആന്റി ഒരിക്കലും പറയില്ല. നീ ഇത്രയ്ക്കൊരു പാവമായി പോയല്ലോ മോളെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എടി, ആന്റിക്ക് ഇത്രയും മാരകമായ രോഗമുണ്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിനക്ക് തോന്നിയിരുന്നു? നിന്നോട് ഈ വീട്ടിൽ വന്ന് സംസാരിച്ചതിന് പുറമെ എന്തിനു വേണ്ടിയാണ് അവര് സൂര്യയെ കൊണ്ട് നിന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വിളിപ്പിച്ചത്? അപ്പം അവരൊരു രോഗിയാണെന്ന് നിന്നെ കൂടുതൽ ബോധ്യപ്പെടുത്തണം. അതൊക്കെ പോട്ടെ, നീ ഒരു നേഴ്സല്ലേ? എന്തുകൊണ്ടാണ് ആന്റിയുടെ അസുഖത്തിന്റെ ഡീറ്റെയിൽസ് നിന്നെ ഒന്ന് കാണിക്കാൻ ശ്രമിച്ചില്ല? ഞാനതൊന്നും ചോദിച്ചില്ലല്ലോ ഏട്ടാ. ചോദിക്കണമായിരുന്നു. എങ്കിലും ഉറപ്പായിട്ടും നിനക്ക് അസുഖത്തിന്റെ കുറെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. സേതുവേട്ടൻ നീ പറയുന്നൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരെയും വിട്ടികളാക്കാൻ പറ്റുമോ? പണം ഉണ്ടെങ്കിൽ എന്ത് നടക്കും പോലെ. എന്തായാലും ഞാനത് വെറുതെ വിടാൻ പോകുന്നില്ല. നാളെ തന്നെ ഞാൻ സൂര്യയോട് പറയാൻ പോകും. വേണ്ട സേതുവേട്ടാ, അല്ലാതെ തന്നെ അവിടെ സൂര്യ പ്രശ്നമായിട്ട് നിൽക്കുമായിരിക്കും. അതിന്റെ കൂടെ എന്തിനാ ഒരു പ്രശ്നം കൂടെ? ഇല്ല മോളെ, ഇതെനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. കിട്ടുന്നില്ല അങ്കിളെ. ഇപ്പൊ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അവനൊരിക്കലും ഇത്രയും താമസിക്കാത്തതാണല്ലോ. ഇനി വല്ല സുഹൃത്തിന്റെ വീട്ടിലും പോയതാണെങ്കിലോ? അങ്ങനെ പറയാതെ പോവില്ല മോളെ. അഥവാ താമസിച്ചാലും അവൻ വിളിച്ചു പറയും. ഇനി ഇതെവിടെ പോയതായിരിക്കും? ഈശ്വര, അവന്റെ സമയം ഇപ്പൊ വളരെ മോശമുണ്ടോ. ഇനി എവിടെ പോയാ തിരക്കാം. അങ്കിളൊന്ന് പോയി നോക്കിയിട്ട് വരുമോ? അല്ല, ഇനി അവനെങ്ങാനും ഭാവനയെ കാണാൻ പോയതാണോ? ഓട്ടോയിൽ ആരോ വന്നെന്ന് തോന്നുന്നു. മോളൊന്ന് ചെന്ന് നോക്കി ആരാന്ന്. ആരാ മോളെ? സൂര്യയാണ് അങ്കിൾ. സൂര്യ, നീ മദ്യപിച്ചിട്ടുണ്ടോ? യെസ്, ഞാൻ മദ്യപിച്ചു. മതിയാവോളം മദ്യപിച്ചു. അത് ചോദിക്കാൻ നീ ആരടി? അയ്യോ സൂര്യ, 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 എന്താണത്? എന്താ സൂര്യ ഇത്? എന്താടാ നിന്റെ ഉദ്ദേശം? സ്വയം നശിക്കാനാണോ? അതെ, സ്വയം നശിക്കാൻ തന്നെ എന്റെ തീരുമാനം. അമ്മയുടെ അവസ്ഥ ഇങ്ങനെയായി. ഭാവന എന്നെ വിട്ടു പോയി. പിന്നെ ഞാൻ ആർക്കണ്ടേ ജീവിക്കുന്ന? എന്താ സൂര്യ ഇത്? നീ തന്നെ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? പിന്നെ ആരാച്ചാ തീരുമാനിക്കണ്ടേ? എന്റെ ജീവിതം തീർന്നച്ചാ തീർന്നു. എവിടെ എന്റെ സൂര്യ? എന്താ സൂര്യ ഇത്? ആന്റി അങ്കിളിനെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഇപ്പൊ അവനോടൊന്നും പറയണ്ട മോളെ. പറഞ്ഞ അവനൊന്നും തലേ കയറില്ല. ആരും ഇവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മദ്യമാണ് ആശ്വാസം എന്ന്. എന്താണ് സൂര്യ, മോളെ, ഇവനെ പിടിച്ചോണ്ട് പോ. ഇന്നിനിയൊന്നും സംസാരിക്കണ്ട. പിന്നെ കെട്ട ആദ്യം ഒന്ന് ഇറങ്ങട്ടെ. ശരി അങ്കിള്.
സൂര്യ വാ വാ സൂര്യ. ഏ, എന്താ സൂര്യ ഇത്? വന്നേ ഇങ്ങോട്ട് വരാൻ. എനിക്ക് വാ, കയറിപ്പോ ശ്രമിക്കാൻ വന്നേ. അറിയാം. ഞാനടി എന്നെ പിടിക്കാൻ. ദേവേട്ട നമ്മൾ എന്താ ഈ കണ്ടത്? നമ്മുടെ സൂര്യ തന്നെയാണോ ഇത്? എനിക്കൊന്നും അറിയില്ല ജയ്. ആദ്യമായിട്ടാ ഞാനിവനിങ്ങനെ കാണുന്നേ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഈശ്വര? ഇവനെ ഇങ്ങനെ നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏ, വാ സൂര്യ. യ്യോ, വീടല്ലേ. വാ. ഏ, ഞാനും പിടിക്കണ്ട. എന്താ സൂര്യ ഇത്? ഏ, സൂര്യ പോളേ, എനിക്ക് ആരുമില്ല. എല്ലാവരും വീട്ടിൽ പോയി. ഏ, സൂര്യ ഇറങ്ങി സൂര്യ പോളേ. സൂര്യ ഒന്ന് എഴുന്നേക്ക്. സൂര്യ ഒന്ന് എഴുന്നേക്ക് സൂര്യ. എല്ലാവരും പോയി. സേതുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ജയനിർമ്മൽ ആന്റി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യോ? ഉറപ്പായിട്ടും അവരത് ചെയ്യും. എല്ലാ വഴി അടയുമ്പോൾ സഹതാപം കൊണ്ട് കാര്യം നേടാണല്ലോ അവർ നോക്കുന്നത്. സേതുവേട്ടാ, വ്യക്തമായ തെളിവില്ലാതെ വെറുതെ എന്തിനാ സൂര്യ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്റെ മായ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ അവരെ കാണാൻ പോകുന്നത്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഭാവനയെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് സൂര്യയുടെ മനസ്സിനെയും കല്യാണം നടത്താൻ പോകുന്നതെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. എനിക്കങ്ങനെ തോന്നുന്നില്ല സേതുവേട്ടാ. ഭാവന നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഭാവന നിനക്ക് അറിയത്തില്ലേ മായ? നീ ഒന്ന് പോയി സങ്കടപ്പെട്ടാലും അവളുടെ മനസ്സല്ലേ. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഈ നാടകം കളിക്കുന്നത്. തുടക്കം പോലെ ആ മനസ്സിനെ സംശയിച്ചതാണ്. ഇപ്പതേ അതെല്ലാം സത്യമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നാളെ സൂര്യ അങ്കിളിനെ ഞാനൊന്ന് കാണട്ടെ. എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കും. ഭാവന ഇതറിഞ്ഞ വഴക്ക് പറയാൻ സേതുവേട്ടാ. വെറുതെ എന്തിനാ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഭാവനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവക്കാണെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടത്തിന് പരിഹാരം കാണാനേ അറിയത്തുള്ളൂ. സ്വന്തം കണ്ണീരോടൊക്കെ അറിയത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയല്ല സേതുവേട്ടന് ഇഷ്ടം. എന്റെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഈ സൂര്യ തന്നെ എന്നോട് ചോദിക്കും, ഇത് സേതുവേട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാര്യം എന്തായാലും നാളെ സംസാരിക്കും. സൂര്യ സൂര്യ ഹലോ, എഴുന്നേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വേഷം ഞാൻ ഇന്നലെ എപ്പോ? എന്താ ആലോചിക്കുന്നത്? ഈ വേഷം എങ്ങനെ മാറ്റിയെന്നാണോ? അതെ, ഞാനിതിൽ എപ്പോഴാ വന്നേ? അപ്പൊ വന്നതുപോലെ ഓർമ്മയില്ല അല്ലേ? നന്നായിരുന്നു.